ചാനൽ 91 ന്യൂസിൻ്റെ പ്രത്യേക ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. സാർ, ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ വലിയ വായിൽ സോഷ്യലിസം, ഈക്വലിസം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ത്രീ പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാന മഹിളകൾ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളെ കുറിച്ചാണ്. അതെ. അപ്പോൾ 5 ഇടങ്ങളിലാണ് പ്രധാനമായും വനിതാ നേതാക്കൾ ഏറ്റുമുട്ടുന്നത്. നമ്മുടെ ഇരു മുന്നണികളും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒട്ടേറെ തവണ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചൊരു വിഷയമാണ് സ്ത്രീ സമത്വം. അതെ, 50% സീറ്റുകൾ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് സ്ത്രീകൾക്ക് നൽകണമെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ ഇരു മുന്നണികളും ചേർന്ന് 5 സ്ഥാനാർത്ഥികളെ 20 നിന്ന് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണാൻ പറ്റും? നമുക്ക് സാർ, ആദ്യം നമുക്ക് പറയുവാനുള്ളത് വടകരയാണ്. അതെ, വടകരയിൽ കെ ശൈലജ ടീച്ചറാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. ശൈലജ ടീച്ചർ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും ശക്തയായ CPM മികച്ച സ്ഥാനാർത്ഥിയാണ്. മന്ത്രിയായിരുന്ന സമയത്ത് എത്രയധികം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്ത് ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയത്താണ് ടീച്ചർ ഉണ്ടായത്. നന്നായി അതിനെ പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ഒരു മത്സര വിഷയം ഷാഫി പറമ്പിലാണ് UDFൻ്റെ സാരഥി. യുവമുഖം വ്യക്തമായി പറയുകയാണെങ്കിൽ വലിയ ഒരു ഇളക്കം സൃഷ്ടിക്കുവാൻ ഷാഫി പറമ്പിനോട് കഴിഞ്ഞു. തീർച്ചയായിട്ടും. 2 മുസ്ലിം വോട്ടുകൾ ഒന്നാകെ ഷാഫി പറമ്പിലിന് ലഭ്യമാകുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. അവിടെ LDFനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും TP ചന്ദ്രശേഖരൻ ബന്ധത്തിൻ്റെ ആ ഒരു അലയൊലികൾ തന്നെയാണ്. ഉറച്ച LDF മണ്ഡലമായിരുന്നു വടകര ഒരു കാലത്ത്. അതിനെനിക്കൊരു മാറ്റം വന്നത് മുരളീധരൻ്റെ കഴിഞ്ഞ 19 തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ്റെ വരവും അതിനോടൊപ്പം സാർ പറഞ്ഞതുപോലെ ഈ TP ചന്ദ്രശേഖരൻ്റെ വധം അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം പറയാൻ. പൂർണ്ണമായി അവരുടെ കയ്യിൽ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് ഈ TP ചന്ദ്രശേഖരനെ 100% കൊന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പ്രഫുൽ കൃഷ്ണയാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി. വലിയ ചലനമൊന്നും സൃഷ്ടിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം BJPക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പരിമിതമായ വോട്ടുകളാണ് അവിടെ BJPക്ക് നേടാനായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ തവണയും പ്രഫുൽ നല്ലൊരു യൂത്താണ്. യുവജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും പക്ഷേ BJPയുടെ സംഘടനാ സംവിധാനം വെച്ച് അവിടെ ഒരു വലിയ ചലനം ഒന്നും ഉണ്ടാക്കാനുള്ള സാധ്യത വിരളമാണ്. അപ്പോൾ പ്രധാന മത്സരം നടക്കുന്നത് കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും. തീർച്ചയായിട്ടും വിജയം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അതെ, സാധ്യതകൾ അവിടെ ഒരു മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ LDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് പ്രബലരായ സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടാനാണ് മറ്റു മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. പ്രബലരായ ആളുകളോട് ഏറ്റുമുട്ടുന്നത് മറ്റ് 4 മണ്ഡലങ്ങളോട് പരിശോധിക്കുമ്പോൾ. അതേസമയത്ത് പ്രബലനെ അല്ലെങ്കിൽ പോലും പാലക്കാട് MLA ആയിട്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളെന്ന രീതിയിൽ അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു സ്വാധീനം കൂടെ കണ്ടുകൊണ്ടാണ് ഷാഫിയെ കൊണ്ടുവന്നത്. പക്ഷേ ഷാഫിയും ശൈലജ ടീച്ചറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും മേൽക്കോയ്മ ശൈലജ ടീച്ചർക്കാണ്. പക്ഷേ അത് വോട്ടിൽ വരുമ്പോൾ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ വരുന്നത് ആലത്തൂരിലേക്കാണ്. ആലത്തൂരിലേക്ക് എത്തുമ്പോൾ വളരെ ചിത്രങ്ങൾ മാറി മറിയുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും. സിറ്റിംഗ് MP രമ്യ ഹരിദാസ് ആണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. രമ്യ പാട്ടും പാടി ജയിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായി. പാട്ടും പാടിയല്ല, ജയിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് ഈ ഒരു കാണുന്നത് അവിടെ. കാരണം ഈ CPMലെ K രാധാകൃഷ്ണന്റെ വരവോടുകൂടിയാണ് ചിത്രം മാറി മറിയുന്നത്. അതെ, കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ 8 മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയിൽ, കാരണം 50,000 വോട്ടിന് മുകളിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നേടിയ മണ്ഡലങ്ങൾ 8 എടുത്തുകൊണ്ട് നടന്ന ചർച്ചയിലും നമ്മളെ ഒരു സംശയത്തോടു കൂടിയാണ് അന്നും രമ്യയുടെ വിജയം
നമ്മൾ കണ്ടത്. കാരണം നല്ലൊരു വോട്ടിംഗ് ശതമാനം, എനിക്ക് തോന്നുന്നു ഒരു 52% വോട്ടുകളാണ് കഴിഞ്ഞ തവണ ലഭ്യമായത്, രമ്യ പിടിച്ചത്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ആ സ്ഥാനാർത്ഥികൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയിലുണ്ടായ മാറ്റമാണ്. എക്സാക്ട്ലി. നല്ല സ്വാധീനവും ജനസമ്മതിനും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും നേരിടാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ശ്രീ രാധാകൃഷ്ണൻ. മറ്റ് പാർട്ടിക്കാരെ വളരെ ബഹുമാനിക്കുന്ന. അതെ, തീർച്ചയായിട്ടും സൗമ്യഭാവം, CPM-ലെ സൗമ്യഭാവങ്ങളിൽ ഒരാളാണ്. അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലത്തൂര് നമുക്ക് വിജയം എന്തായാലും ആർക്കാണെന്ന് നിർവചിക്കാൻ കഴിയില്ല. പിന്നീട് നോക്കാം. നമ്മൾ പറഞ്ഞു വരുന്ന മഹിളാ സ്ഥാനത്തെ കുറിച്ചാണ്. അതെ, ഇനി നമുക്ക് നേരെ എത്തേണ്ടത് UDF ഇതിവിടെ പറയാ വയ്യ. ഈ 50% സംവരണം വേണമെന്ന് വലിയ ഒച്ചയും ബഹളും ഇന്ത്യൻ പാർലമെന്റിൽ സൃഷ്ടിക്കുന്ന UDF 20 സീറ്റിൽ ഒരു വനിതയ്ക്കാണ് ഒറ്റ വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഓർമ്മയാണ്, ദൗർഭാഗ്യകരമായ ഒരു വനിതയ്ക്ക്. കോൺഗ്രസ് പോലുള്ള ഒരു ദേശീയ പാർട്ടി അവരുടെ ഒരു നയത്തിന്റെ ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്നാണ് വനിതാ സംവരണം 50% വേണമെന്ന്. UP ഭരിച്ച സമയത്ത് എന്ത് നടന്നു എന്നുള്ളത് വേറെ കാര്യം, അതൊന്നും അവരിപ്പം മിണ്ടിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു വാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ UDF ഒരു സീറ്റാണ് വനിതയ്ക്ക് നീക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സാർ, പ്രധാനമായിട്ട് UDFിൻ്റെ ഈ സംവിധാനം ഈ സിറ്റിംഗ് MP-മാരെ നിലനിർത്തുവാനുള്ള ഒരു വിഷയം വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. കോൺഗ്രസിൽ ഇപ്പോൾ ഒരുപാട് വനിതാ നേതാക്കളുണ്ട്, കഴിവുള്ളവരൊക്കെ. പക്ഷേ എന്ത് തന്നെയാലും ഇതൊരു ശരിയായ പ്രവണത അല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്രേക്ഷകരൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ സിറ്റിംഗ് മീൻസ് മന്ത്രിമാരും MLA-മാരും രാജ്യസഭാ അംഗങ്ങളും ഒക്കെ മത്സരിക്കുന്നതിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. അതത്ര നല്ലൊരു ജനാധിപത്യ സംവിധാനമായിട്ട് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നുമില്ല. എന്തായാലും ഭാവിയിൽ അത് ചർച്ചയാവട്ടെ. നമുക്കിനി വരേണ്ടത്, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മൂന്നാമത് മണ്ഡലം നമ്മുടെ എറണാകുളമാണ്. എറണാകുളം ഹൈബി ഈഡനാണ് സിറ്റിംഗ് MP. KJ ഷൈൻ ടീച്ചറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ഡോക്ടർ രാധാകൃഷ്ണൻ അവസാന ഘട്ടത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. പക്ഷേ ഇവിടെ ഈ ഷൈൻ ടീച്ചർ വളരെ ബഹുദൂരം പ്രചരണങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു. അതെ, ഇത്തവണ കഴിഞ്ഞ 2019 ശ്രീ P. രാജീവ്, കരുത്തനായ P. രാജീവാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. രാജീവിന് മണ്ഡലത്തിലുള്ള സ്വാധീനവും ദീർഘകാലമായിട്ട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, അങ്ങനെ വിവിധ തുറകളിൽ രാജീവിനെ എറണാകുളത്തെ സംബന്ധിച്ചൊരു വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഹൈബിയുടെ അടുത്തേക്ക് ഓടിയെത്താൻ സാധിച്ചില്ല. അതൊരു ഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഷൈൻ ടീച്ചർ വന്നപ്പോൾ അതിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ ഒരു പ്രചരണ രീതി LDF കാഴ്ചവെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി P. രാജീവ് 2019 വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി വളരെ വ്യത്യസ്തമായ ശൈലിയിൽ ഷൈൻ ടീച്ചറുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൂടി കൂട്ടിച്ചേർക്കണം. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവിധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും പ്രവചനങ്ങളും ഒക്കെ മറികടന്ന് ജയിച്ച ചരിത്രങ്ങൾ തീർച്ചയായിട്ടും എറണാകുളത്തിന്റെ ചരിത്രത്തിലുണ്ടല്ലോ. സെബാസ്റ്റ്യൻ പോൾ ഉണ്ട്, അതേപോലെ തന്നെ സേവ്യർ അറക്കലുണ്ട്. അങ്ങനെ ഉറച്ച UDF മണ്ഡലമായെന്ന് പറയുന്ന തെളിയിച്ചിട്ടുള്ള എറണാകുളത്ത് പോലും അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു മാർജിനിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഇത്തവണ പ്രതീക്ഷയില്ല. പല മണ്ഡലങ്ങളിലും പറയാൻ പറ്റും. വയനാട് ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്. നമുക്കതിലേക്ക് വരാം. ഇനി നമുക്ക് നാലാമത് ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ആലപ്പുഴ മൊത്തത്തിൽ ചിത്രം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നലെ മറ്റൊരു വിവാദമൊക്കെ ഉണ്ടായി, നമ്മുടെ ഗോപാലൻ ചേട്ടൻ്റെ ഒരു വിവാദം. അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി. സിറ്റിംഗ് MP AM ആരിഫാണ് ആകെയുള്ള CPM-ൻ്റെ ഒരേ ഒരു MP. അവിടെ എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ, ദേശീയ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതാവ്. കരുത്തനാണ്, നിസ്സാരനല്ല. തിരിച്ചു പിടിക്കുവാൻ വേണ്ടി തന്നെയാണ് UDF KC വേണുഗോപാൽ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ സാർ നമ്മൾ ഒരു ഓർക്കേണ്ട കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ ഒരു
ശക്തയായ സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ ഒരു ശക്തമായ പ്രവർത്തനമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഡോക്ടർ സമ്പത്ത് പരാജയപ്പെടാൻ കാരണം അല്ലേ? തീർച്ചയായിട്ടും അത് അടൂർ പ്രകാശിന് ജയസാധ്യത ഉറപ്പാക്കി കൊടുത്തു. എനിക്ക് തോന്നുന്നത് അവിടെ BJPക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടിയാണ് വലിയൊരു ചലനം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടാക്കാനും ആറ്റിങ്ങൽ മണ്ഡലം ഒരു പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് BJP പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമായിരുന്നു BJPക്ക് അതിന് മുൻകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ 2,48,000 വോട്ടിലേക്കാണ് ഇരട്ടിയിലധികം ശോഭ ജമ്പ് ചെയ്തത്. 1.5 ലക്ഷത്തിൽ പല വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് ശോഭ ശക്തി തെളിയിച്ചത്. അതെ. അപ്പോൾ ശോഭ ഉണ്ടാക്കിയെടുക്കുന്ന സ്വാധീനം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഇടയിലാണ്. അതെ, സ്ത്രീകളുടെ ഇടയിൽ കുറച്ച് താഴെ വരുന്ന പെൺകുട്ടികളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പെൺകുട്ടികളുടെ ഇടയിലൊക്കെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ശോഭയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്. ആലപ്പുഴയിലെ വിധി നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ശോഭയുടെ സാന്നിധ്യം തന്നെയാണ്. ശോഭയുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് തന്നെ ആയിരിക്കും, പ്രതിഫലനം തന്നെ ആയിരിക്കും. വലിയ കൗതുകത്തോടെ കൂടി കാണേണ്ട ഒരു മണ്ഡലമാണ്. കാരണം ആരിഫിന് ആ സീറ്റ് നഷ്ടമായാൽ വലിയ രാഷ്ട്രീയ നാണക്കേടായി മാറും. തീർച്ചയായിട്ടും KC വേണുഗോപാൽ തോറ്റുപോയാൽ ഈ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി ദേശീയ മുന്നണിയിലൊക്കെ ഇങ്ങനെ വിലസി നിൽക്കുന്ന ഒരു ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു പരാജയമായിരിക്കും KC പരാജയപ്പെട്ടാൽ. അതെ, ഒരു വഴി തെളിക്കുന്നതാണ്. സാർ, ഇനി നമുക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ, വയനാട് കഴിഞ്ഞ വർഷം വയനാട് ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയ ഒരു വലിയ ട്രെൻഡായി മാറി. കേരളത്തിൽ മുഴുവൻ അതിന്റെ പ്രതിഫലനങ്ങളുണ്ടായി. ആ പ്രതിഫലനത്തിലാണ് രമ്യ ഹരിദാസൊക്കെ രക്ഷപ്പെട്ടു പോയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ വിലയിരുത്തൽ. പക്ഷെ ഇത്തവണ ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് വയനാട്. അതെ, തീർച്ചയായിട്ടും. ആനി രാജ, അതെ, ദേശീയ നേതാവ്, CPIയുടെ ദേശീയ നേതൃനിരയിൽ വളരെ വലിയൊരു സാമൂഹ്യ പ്രവർത്തക. പക്ഷെ അതിൽ നമുക്ക് ഒരു രാഷ്ട്രീയത്തിനപ്പുറം പറയേണ്ട ഒരു കാര്യം സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം, സുരേന്ദ്രന്റെ എൻട്രി. അതെ, കാരണം 4 ലക്ഷത്തി ശിഷ്ടം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ പാർട്ടി പറയുമ്പോൾ അവിടെ മത്സരിക്കുവാൻ കാണിക്കുന്ന ഈ BJPയുടെ ഒരു കേഡർ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതെ, അത് നമുക്കത് 2019 തെരഞ്ഞെടുപ്പ് ഒന്ന് വിലയിരുത്തുന്നത്. പത്തനംതിട്ടയിലായിരുന്നല്ലോ സുരേന്ദ്രൻ മത്സരിച്ചത്. അതെ, സുരേന്ദ്രൻ മത്സരിച്ചതിനെതിരെ BJPയിൽ തന്നെ അസാരസ്യങ്ങളുണ്ടായിരുന്നു. സുരേന്ദ്രനെ പോലെ ഒരു സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളും കോർഡിനേറ്റ് ചെയ്ത് മുൻനിരയിൽ നിൽക്കേണ്ട ആള് മത്സരത്തിന് പോയി എന്ന് പറഞ്ഞ് കുറച്ച് ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ട പോലെ ഒരു ജില്ല, ക്രിസ്ത്യൻ സമുദായത്തിന് കുറച്ച് മെജോറിറ്റി ഉള്ള ജില്ല, അവിടെ പരമ്പരാഗതമായിട്ട് UDFന്റെ തന്നെയാണ് മണ്ഡലം എന്ന് പറയേണ്ടി വരും. പല മണ്ഡലങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അസംബ്ലി മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അത് കോന്നിയാണ്. അടൂർ പ്രകാശ് മാറിയതുകൊണ്ട് ഒരു മാറ്റം, ഇടതുപക്ഷത്തിന് കോന്നി സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിന് മുമ്പൊക്കെ UDFന്റെ ഉറച്ച മണ്ഡലം തന്നെയായിരുന്നു. അതുപോലെ അടൂർ മണ്ഡലം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സിനിമാണ്ട് മത്സരിച്ച് വിജയിക്കുന്ന മണ്ഡലം, അങ്ങനെ ആറന്മുളയിൽ ഇടതുപക്ഷം വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നിരുന്നാലും പൊതുവിൽ നോക്കുമ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഒരു UDF പക്ഷത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം UDF ആണ് ജയിച്ചതെങ്കിൽ പോലും അവിടെ വോട്ടർമാരുടെ ഇടയിൽ സുരേന്ദ്രൻ ഉണ്ടാക്കിയ സ്വാധീനം ഒരു വലിയ ജമ്പിങ് ആയിരുന്നു. വോട്ട് നിസ്സാര വോട്ടല്ല. ശബരിമല വിഷയമൊക്കെ അവിടെ നിൽക്കുന്ന അതൊരു ഘടകമായിരുന്നു. ശബരിമല ഉൾപ്പെടുന്നതാണല്ലോ ഈ പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുരേന്ദ്രന്റെ വയനാട്ടിലേക്കുള്ള വരവും നമ്മൾ നിസ്സാരമായി കാണരുത്. അതെ. അതായത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി വയനാട് മാറിക്കഴിഞ്ഞു. അതെ, ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെന്ന് പോലും പറയാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ചങ്കൂറ്റം. എന്തായാലും വളരെ വലിയൊരു മത്സരം അവിടെ നടക്കും. CPI ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് അവിടെ മത്സരം മുന്നോട്ട് പോകുന്നത്. അതെ. അപ്പോൾ നമുക്ക് ഈ മണ്ഡലങ്ങളുടെ ഒരു അവലോകനം കഴിഞ്ഞു. നമുക്കിനി 5 വനിതാ, അതെ, പ്രധാനപ്പെട്ട മുന്നണികൾ നിർത്തിയിട്ടുള്ള 5 വനിതാ സ്ഥാനാർത്ഥികൾ. നമുക്കിനി അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു സാറേ, ഏറ്റവും കൂടുതൽ നമ്മൾ വനിതാ സംവരണത്തെ കുറിച്ച് പറഞ്ഞതൊന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് NDA ആണ്. അത് സാർ, ആലപ്പുഴ എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രനും, കാസർഗോഡ് ML അശ്വിനിയാണ്, ആലത്തൂരിൽ ഡോക്ടർ TN സരസു, പൊന്നാനി BDJS ആണ് NDA, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, ഇടുക്കിയിൽ സംഗീത വിശ്വനാഥൻ. എന്തു തന്നെയായാലും അവർ ഈ ഒരു 20-ൽ 5 പേരെയെങ്കിലും വനിതാ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അതെ, BJP മുന്നണി. അവിടെയാണ് കോൺഗ്രസിന് വലിയ ഒരു നാണക്കേട് തന്നെയായിട്ട് സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിന് മാത്രം
ഒരു സീറ്റ്. LDF-ഉം അധിക ദൂരമൊന്നും മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ പോലും KK ശൈലജ ടീച്ചർ, 3 സീറ്റ്, KJ ഷൈൻ, ആനി രാജ ഈ 3 വനിതാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പിന്നെ ഇപ്പൊ മത്സരിക്കുന്ന 5 പേരിൽ ഏത് വനിത പാർലമെന്റിൽ എത്തും എന്നുള്ളതാണ് ചർച്ചയുടെ പ്രധാനം അതാണ്. അപ്പൊ ഒരു പാർലമെന്റിൽ എത്താൻ സാധ്യത എന്തെങ്കിലും നമുക്ക് കുറച്ച് പറയാൻ പറ്റുന്നത് രമ്യ എന്ന് വേണമെങ്കിൽ പറയാം. ടീച്ചർ ചിലപ്പോൾ അതായത് ഈ സ്ഥാനാർത്ഥികളിൽ ആരും പാർട്ടി നോക്കാതെ ആരും വിജയിച്ചില്ല എങ്കിൽ കേരളത്തിൽ നിന്നും ഒരൊറ്റ ജനപ്രതിനിധി ആയ ഒരു വനിത പോലും ഉണ്ടാവില്ല. അത് നമുക്ക് വലിയ നാണക്കേടായി. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രം അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ സർവേയിൽ തെളിഞ്ഞു കാണുന്നതും അങ്ങനെ തന്നെയാണ്. വനിതകൾ പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മുടെ സർവേ എത്തി നിൽക്കുന്നത്. ഇനി തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശകലനത്തിലേക്ക് വരാം. എന്തായാലും വനിതകൾ നമുക്കറിയാം, പഞ്ചായത്തി രാജ് നിയമം നടപ്പിലായത് തുടങ്ങി വനിതകൾക്ക് നൽകി വരുന്ന പ്രാധാന്യം, വനിതാ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായാലും വനിതകളായിട്ടുള്ള മറ്റ് പാർലമെൻറ്റേറിയന്മാരായാലും പഞ്ചായത്ത് തുടങ്ങി പാർലമെൻറ്റിൽ വരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വനിതകൾ ഇന്ത്യൻ വനിതകളിലുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ അവർക്ക് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. കാരണം അതിനുള്ള അവർക്ക് കഴിവുണ്ട്. അവരെ പിന്നോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പുരുഷ മേധാവിത്വം എക്കാലവും കുറച്ച് ആളുകൾ മാത്രം ഇത് ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ യുവജനങ്ങൾ പോലും അത്തരത്തിലേക്ക് ചിന്തിക്കുന്നു. ഒട്ടേറെ കഴിവുള്ള ജനപ്രതിനിധികൾ പഞ്ചായത്ത് തുടങ്ങി പാർലമെൻറ്റ് വരെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ഈ മുഖ്യധാര ദേശീയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വനിതകളെ ഇതുപോലെ പുറകോട്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഒട്ടും ശരിയല്ലെന്ന് തന്നെയാണ് നമ്മൾ അഭിപ്രായപ്പെടേണ്ടി വരും. ഇന്ദിരാഗാന്ധിയുടെ രാജ്യമാണ്. അതെ, ഇന്ദിരാഗാന്ധിയുടെ രാജ്യമാണ്. അതെ 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 നിഷ്പക്ഷമായാണ് ചാനൽ 91 എല്ലാ രാഷ്ട്രീയ ചർച്ചകളും. ഒരു പാർട്ടിയോടും പ്രത്യേക ചായ്മാനമില്ല, ഒരു ജാതി മതത്തോടും പ്രത്യേകമായില്ല. എല്ലാവരെയും ഒരുമിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ്. രാഷ്ട്രീയ ചർച്ചകൾ തുടരും.